ഓം ഗുരുവേ നമ. സർവചനാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതോടൊപ്പം എല്ലാ ഗുരുജനങ്ങളുടെ പാദങ്ങളിലും നമസ്കാരം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം പ്രപഞ്ചവും മനുഷ്യനും. എന്താണ് പ്രപഞ്ചം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവബോധങ്ങളും അടങ്ങിയിരിക്കും. സർവ്വതിൻ്റെയും ഊർജമാണ് പ്രപഞ്ചം. അതായത് ഈ ചരാചരങ്ങളെല്ലാം നിൽക്കുന്നത് ആ ഊർജത്തിലാണ്. അതിൽ മനുഷ്യനായാലും മൃഗങ്ങളായാലും ചരാചരങ്ങളായാലും അചരങ്ങളായാലും എല്ലാം നിൽക്കുന്നത് ആ ഊർജത്തിൻ്റെ പുറത്താണ്. അപ്പം നമ്മൾക്ക് ആ ഊർജം എവിടെ നിന്ന് വന്നു? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. പ്രകൃതി, ഈ ലോകത്ത് വെളിച്ചം ചെല്ലുന്ന ആദ്യം ഒരു വെളിച്ചം, അതായത് ഇപ്പോൾ എക്സാമ്പിൾ സൂര്യൻ്റെ വെളിച്ചം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളുടെ ആ പ്രകൃതി, അതാണ് നമ്മുടെ ഈ ഇതിന് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഈ പ്രപഞ്ചം ആരംഭിക്കുമ്പോൾ തന്നെ പഞ്ചഭൂതങ്ങളാണ് നമുക്ക് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ഊർജത്തിൻ്റെ ഓരോ ഘട്ടമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. ജീവജാലങ്ങളിലേക്കായാലും ചരാചരങ്ങളിലേക്കായാലും അചരങ്ങളിലേക്കായാലും എല്ലാ കാര്യത്തിലും ഉപയോഗിക്കും. ഈ പ്രപഞ്ചോർജമാണ് നമ്മളുടെ സത്യം പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന് 3-4 തലങ്ങളുണ്ട്. അത് പ്രപഞ്ചത്തെ നമ്മൾ ഒരു പുരുഷനായിട്ടും സ്ത്രീയായിട്ടും കണ്ടിരിക്കുന്നു. അപ്പോൾ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് വെളിച്ചം ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല, അല്ലെങ്കിൽ ഊർജ്ജം ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. കാരണം വെച്ചാൽ മനുഷ്യന് സുഖം വരുന്നതെല്ലാം വെളിച്ചത്തിലൂടെ ഊർജ്ജത്തിലൂടെയാണ്. ഊർജ്ജമില്ലാത്തൊരു സമയത്തെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കി. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ വർഷക്കാലം വരുന്നുണ്ട്, വേനൽക്കാലം വരുന്നുണ്ട്, മഞ്ഞുകാലം വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷക്കാലത്ത് നമുക്ക് ഉണ്ടാവണം എന്താ? വർഷക്കാലത്ത് നമുക്ക് ഉണ്ടാകുന്നതിന് അന്തരീക്ഷം മൊത്തം തണുത്തിരിക്കുകയായിരിക്കും. ഒരു ഊർജ്ജത്തിന് ഒരു പോരായ്മ വരും. ഈ ഊർജ്ജത്തിന് പോരായ്മ വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഓരോന്ന് വരുന്നത്. എന്താ കാര്യം? നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജമായിട്ട് താരതമ്യം ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ പരിഹാരം കണ്ടാൽ മാത്രമേ നമുക്ക് പ്രപഞ്ചോർജ്ജമായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചോർജ്ജമായിട്ട് ടച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രപഞ്ചത്തിന് ഊർജ്ജത്തെ നമ്മൾ സംരക്ഷിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അത് പ്രപഞ്ച നിയമങ്ങളുണ്ട്. പ്രപഞ്ച നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ശരീരം വളരെ സൂക്ഷ്മമാക്കിയെടുക്കാം, നല്ല രീതിയിലാക്കാം. അതൊരു മനസ്സ് സൂക്ഷ്മമാക്കിയെടുക്കാം, ബുദ്ധി സൂക്ഷ്മമാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സൂക്ഷ്മ ശരീരം പൂർണ്ണമായിട്ടും നമ്മുടെ ബുദ്ധിയിലും ഇതിലും കൊണ്ടുവരണം, മനസ്സിലും കൊണ്ടുവന്നിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ശക്തി നമുക്ക് എടുക്കാൻ പറ്റും. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എടുക്കുന്നതിന് 3-4 കാര്യങ്ങൾ. ഒരു കാര്യം, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഉദിക്കുമ്പോഴും എണീക്കാം. അപ്പോൾ ആ സൂര്യനിൽ നിന്നും വരുന്നൊരു പ്രത്യേക അനുഭൂതി, അത് ഒരു പ്രപഞ്ച ശക്തിയാണ്. ആ പ്രപഞ്ചശക്തി നമ്മൾ ആശ്രയിക്കണം. നമ്മളുടെ മനുഷ്യർക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മനുഷ്യൻ നേരം വെളുത്ത് വളരെ വൈകിട്ടാണ് കേൾക്കുമ്പോൾ സൂര്യൻ്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് ഇല്ലാതാവണം. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഇല്ലാതാവും. അതനുസരിച്ച് നമുക്ക് ഓരോരോ കാര്യങ്ങൾക്കും മാറ്റം വരുന്നു. അപ്പോൾ നമ്മൾ പ്രപഞ്ചശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രപഞ്ചശക്തി ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രപഞ്ചത്തിൽ സ്ത്രീയും പുരുഷനുണ്ട്. പുരുഷനും സ്ത്രീയുമായിട്ട് ഭാഗിക്കപ്പെട്ട് 2 ഘടകങ്ങളെ തിരിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷൻ, ഒരു ഘടകം സ്ത്രീ. ഈ ഘടകങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് പ്രപഞ്ച തത്വങ്ങളിലേക്ക് കിടക്കാം. പ്രപഞ്ച തത്വങ്ങൾ 9 തത്വങ്ങൾ നമുക്ക് നേരെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 24 തത്വങ്ങൾ വേറെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ച തത്വങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും നമ്മുടെ സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ മാത്രം നടക്കുന്നതാണ്. അപ്പോൾ ഈ തത്വങ്ങളെല്ലാം ഒരേപോലെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ സർവേശ്വരൻ എന്ന് വിളിക്കുന്നത്. അത് ഗുരുവായിക്കോട്ടെ, ആരുമായിക്കോട്ടെ. ഓം എന്ന് പറയുമ്പോൾ പ്രപഞ്ച തത്വത്തിൻ്റെ ആദ്യ അക്ഷരമാണ്. ഓം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ ഓ ആം. ഈ 3 ആ ഓ മം, ഇത് 3 കൂടി ഓം എന്നുള്ള ശബ്ദമാണ് നമ്മൾ ആദ്യം. അപ്പം ഓം ഗുരുവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ നമ്മൾ വന്ദിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുമ്പോൾ എന്തായി? പ്രപഞ്ചശക്തി നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ബുദ്ധിയിലേക്കും കടന്നു വരുന്നു. അപ്പം നമ്മൾക്ക് പ്രത്യേക എനർജി വരുന്നു. അപ്പം എന്തായി? ഓം ഭൂർഭുവസ്വഃ സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അതായത് നമ്മൾ ഗായത്രി മന്ത്രത്തിലേക്ക് ചെല്ലുന്നു. ഗായത്രി മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഗായത്രി നമ്മുടെ ഈ ലോകത്തുള്ള സർവ്വ
ദുഷിച്ച ആ കാര്യങ്ങൾ മാറ്റിയിട്ട് സർവ്വ നല്ല കാര്യങ്ങളും വരാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദുഷ്കൃതങ്ങളായ എല്ലാ കാര്യങ്ങളും നശിച്ചു പോയിട്ട് നല്ല കാര്യങ്ങൾ വരട്ടെ എന്നാണ് നമ്മൾ ഈ ഗായത്രി മന്ത്രത്തിലൂടെ പറയുന്നത്. ഇത് നമ്മുടെ ആദ്യ മന്ത്രമാണ്. ഈ ആദ്യ മന്ത്രം നമ്മൾ ജപിക്കണം. ജപിച്ചാൽ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളും സവിശേഷതകളും ഉണ്ടാകും. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം എന്നൊക്കെ പറഞ്ഞു നോക്കിയേ, അപ്പോൾ നമുക്ക് ശരീരത്തിന് പ്രത്യേക എനർജി. അപ്പോൾ പോസിറ്റീവ് എനർജി കണ്ടെത്തുന്നതാണ് ഓമിക്കുടി. ആ നെഗറ്റീവ് എനർജി നമ്മൾ എന്താ കണ്ടതിന് ഓം അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മൾ മൗനമായിട്ടൊക്കെ നടക്കുമ്പോൾ ഒരു ഇതുമില്ലാതെ, അതായത് നമ്മുടെ ആക്റ്റീവ് അല്ലാത്ത ശരീരം, അതായത് ശരീരം നടക്കുന്നുണ്ടെങ്കിലും ഒന്നും നമ്മൾ ചെയ്യാതെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ദുഷ്ചിന്തകളായിരിക്കും വരുന്നത്. പക്ഷേ ആ ദുഷ്ചിന്തകൾ നമ്മൾ മാറ്റി സത്ചിന്തകളാക്കി മാറ്റണം. ഈ സത്ചിന്തകൾ വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി വരും. ഈ പോസിറ്റീവ് എനർജി വരുമ്പോൾ പ്രപഞ്ചത്തിൻ്റേതായ ഒരു ശക്തി നമ്മുടെ ശരീരത്തേക്ക് പ്രവഹിക്കുമ്പോൾ എന്താവും, ഇപ്പോൾ നമ്മൾ ഏത് ശക്തി ഉണ്ടാക്കുമ്പോഴും പ്രപഞ്ചത്തിനെ ആശ്രയിച്ച് വേണം നമ്മൾ ചെയ്യാൻ. പ്രപഞ്ചമില്ലാതൊരു ശക്തിയില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ ആദ്യം ഭൗമ്യമായിട്ടാണ് ചിന്തിച്ചിരുന്നത്. എന്താണ് ഈ ഭൗമ്യം? വനങ്ങൾ, അതായത് വനങ്ങൾ മറ്റുള്ള അതൊക്കെ വനദേവതകളെയൊക്കെയാണ് നമ്മൾ ഇതിനെ ആരാധിച്ചിരുന്നത്. അതിനുശേഷം ആ വനദേവതകളുടെ സങ്കേതങ്ങൾ ചേർന്നു. ഈ സങ്കേതങ്ങൾ ചേർന്നപ്പോൾ എന്തായി, അത് വേറൊരു രീതിയിലുള്ള ആരാധനയായി മാറി. അതും കഴിഞ്ഞ് ആ ആരാധനകളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ എന്തായി, നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു വരും. ഈ ക്ഷേത്രങ്ങളിൽ മൂർത്തിയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂർത്തി. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഓരോ പ്രത്യേകതകൾ നമ്മൾ ചെയ്യുക. ക്ഷേത്രത്തിൽ എന്തെല്ലാം പുരോഗമനമാണ്, ഇതെല്ലാം ഭൗതികത്തിന് വേണ്ടിയും മാത്രമേ, ആത്മീയത്തിന് വേണ്ടി വളരെ ചുരുക്കമുള്ളൂ. ഭൗതികത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ ആദ്യത്തെ ഘട്ടം നമ്മൾ ഭൗമികം എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ഘട്ടം ക്ഷേത്ര സങ്കേതങ്ങളുടെ സങ്കാരം എന്ന് പറഞ്ഞു, മൂന്നാമത്തെയാണ് നമ്മുടെ ഇത് ക്ഷേത്രത്തിൽ. ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞ ഒരു ശക്തിയിൽ നിന്ന് മാത്രം വേറിട്ട് വന്നിട്ടുള്ളതെല്ലാം, അല്ലാതെ വേറൊന്നും വന്നിട്ടില്ല. പ്രപഞ്ചശക്തിക്ക് അനുകൂലമായിട്ടേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പ്രപഞ്ചമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ല വേറൊന്നുമല്ല. അപ്പോൾ നമ്മുടെ മനസ്സായാലും എല്ലായാലും പ്രപഞ്ചം കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്കുള്ളൂ. നമ്മുടെ ജീവനുള്ളോടത്ത് ആ പ്രാണൻ, എന്തിനീ ചൂട് നമ്മുടെ ശരീരത്തിൽ എപ്പോൾ നമ്മുടെ ഊർജ്ജം വരുന്നു, ആ ഊർജ്ജം വരുമ്പോഴാണ് നമ്മുടെ മനസ്സും എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രപഞ്ചശക്തിയെ നമ്മൾ ആശ്രയിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ നോക്കൂ, കാലാവസ്ഥ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. ഈ വ്യതിയാനങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്തുന്നുണ്ട്. ആൾട്ടർനേറ്റീവ് വെച്ചാൽ മഞ്ഞുകാലത്ത് നമ്മൾ സ്വെറ്റർ ഉപയോഗിക്കും, പുതപ്പ് ഉപയോഗിക്കും, അങ്ങനെ കമ്പിളി ഉപയോഗിക്കും, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ചൂട് കാലത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഫാനിടുക, അതല്ലെങ്കിൽ വിശറി വെച്ച്, പണ്ടൊക്കെ വിശറിയായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി ഫാനും എ സിയൊക്കെ ആയി മാറി. പിന്നെ അങ്ങനെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂട്ടിൽ നമ്മൾ പ്രപഞ്ചത്തിനെ ആശ്രയിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് പൂന്തോട്ടങ്ങൾ നമ്മൾ വീടുകളിൽ പിടിച്ചുപിടിപ്പിക്കുക. എന്തിനാണ് പൂന്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്? പൂന്തോട്ടങ്ങൾ ഉണ്ടെങ്കിൽ പൂന്തോട്ടങ്ങളിൽ നിന്ന് വരുന്നതായ ആ ഓക്സിജൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഈ ചരാചരങ്ങളുടെ ഇടയിൽ നോക്കി ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു അമ്പലത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ വളരെ ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓക്സിജൻ, അത് വേൾഡ് റിക്കാർഡിൽ ഓക്സിജൻ കൂടുതലുള്ള സ്ഥലമെന്നാണ് അവർ പറയുന്നത്. എന്താ കാര്യത്തിന് അവിടെ അതിനനുസരിച്ചുള്ള സൗകര്യത്തിന് 4 വഴി ചുറ്റപ്പെട്ട പുഴകളും, ആ പുഴകൾക്കനുസരിച്ച് തീരങ്ങളും, അതിലുള്ള വൃക്ഷങ്ങളും, ആ വൃക്ഷലതാദികളും എല്ലാത്തിൽ നിന്നും വരുന്നതായ ആ ഹരിതപം എന്നല്ല, അല്ലെങ്കിൽ ഹരിത എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് വരുന്ന ഊർജ്ജം നമുക്ക് നല്ല ഊർജ്ജം. അപ്പോൾ ഓക്സിജനെ കംപ്ലീറ്റ് ഫിൽട്രേറ്റ് ചെയ്ത്, അതായത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ശരീരത്തേക്ക് കൊടുക്കുക. അത് പ്രപഞ്ചമാണ് ചെയ്യുന്നത്. അത് ഏതോ ഒരു സ്ഥലത്തേ ഉള്ളൂ, വേറെ എല്ലാ സ്ഥലത്തും ഓക്സിജൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഓക്സിജൻ്റെ വേരിയേഷൻ പല രീതിയിലാണ് നിൽക്കുന്നത്. എല്ലായിടത്തും ഒരേ സ്ഥലത്തല്ല ഒരേപോലെ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ മരുഭൂമികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറയും. പക്ഷേ നല്ല ഗാർഡൻ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കൂടും. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ എന്താവും, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ വ്യതിയാനങ്ങൾ, അപ്പോൾ രോഗങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തും. രോഗങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. രോഗങ്ങൾ ഉണ്ടാവാതിരിക്കും ഓക്സിജൻ്റെ വേരിയേഷൻ വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് എനർജി വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. എന്താ നല്ലൊരു അന്തരീക്ഷം? വീട് പ്രദേശങ്ങൾ ശുചിയാക്കുക, വൃത്തിയാക്കി വെച്ചിട്ട് അതിനകത്ത് നല്ല സാധനങ്ങൾ, ചെടികളും മറ്റുള്ള സാധനങ്ങളൊക്കെ വിട്ടിട്ട് നല്ല രീതിയിൽ ശുചീകരിക്കുക. മൂന്നാമത്തെ കാര്യം, അവിടെ യാതൊരുവിധ ബാഡ് സ്മെൽ, അതായത് ദുർഗന്ധങ്ങളൊന്നും വമിക്കാവുന്ന മാതിരി ചെയ്യരുത്. നാലാമത്തെ കാറ്റ് ശരിക്കും നമ്മുടെ വായു കയറി ഇറങ്ങി പോകുന്നത് വീടായിരിക്കണം. വായു കയറാത്തതിൻ്റെ ഇറങ്ങാത്തതിൻ്റെ വീടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും വീടിനകത്ത് തന്നെ. ഇപ്പം നമ്മൾ തന്നെ നോക്കൂ, നമ്മൾ ശുദ്ധവായു കിട്ടുന്ന ഒരു കടൽപ്പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ആ കടൽപ്പുറത്ത് നിന്ന് കിട്ടുന്ന ശുദ്ധവായു നോക്കി നല്ല ശുദ്ധവായുലിരുന്നേ. അപ്പോൾ നമുക്കൊരു ഉന്മേഷം വരുന്നില്ല ശരീരത്തിന്, മനസ്സിലാക്കുക. എന്താ കാര്യം, അവിടെ നിന്ന് നമ്മൾ ത്രസിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല സാധനമായിരിക്കും.
അത് നമ്മളൊരു വല്ല തിരക്ക് പിടിച്ച ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ നമ്മൾ ചെന്ന് നോക്കിയേ, തിരക്കുള്ള ഇപ്പോൾ തിയേറ്ററിലൊക്കെ വരും, അവിടെ ചെന്ന് തള്ളാണ്. അതായത് നമുക്ക് അവിടെ കിട്ടുന്നത് അത്ര നല്ല ഇതല്ല. അപ്പോൾ മാർക്കറ്റിൽ പോയി നമുക്ക് കിട്ടുന്നത് ശ്വാസം നല്ല ഇതല്ല. മാർക്കറ്റിൽ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ വായു കിട്ടുന്നത് വേറെ രീതിയിലാണ്. അത് കണ്ടാമിനേറ്റഡ് പല ഘടകങ്ങൾ ചേർന്നിട്ടുള്ള ആ വായുവിനെ മലിനീകരിച്ച് ആണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ കടപ്പുറത്തും ഗാർഡനിലൊക്കെ പോകുമ്പോൾ ശുദ്ധീകരിച്ച വായുവാണ് നമുക്ക് കിട്ടുന്നത്. ഈ ശുദ്ധീകരിച്ച വായു നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നമ്മൾ പറഞ്ഞാറുണ്ട് വാസുദേവൻ അവയവങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം എടുക്കണം നല്ല നല്ല ഇതാണ്. ആ ഇന്ദ്രിയങ്ങളെല്ലാം സ്വീകരിക്കുന്നത് നല്ല വായു, നല്ല കാര്യങ്ങളും അപ്പം നമുക്ക് സത്തായിട്ടുള്ള കാര്യങ്ങൾ, സത്ത് നല്ല നല്ല വചനങ്ങളും നല്ല നല്ല കാര്യങ്ങളും വരും. മറ്റൊന്നും നല്ലത് വരില്ല നമുക്ക്. എന്ത് കാരണം നമുക്ക് ശുദ്ധവായു കിട്ടണില്ല. നമുക്ക് കിട്ടുന്നത് പോലെ ഈ അശുദ്ധവായുവാണ്. അപ്പോൾ അശുദ്ധവായുവിനെ അവോയ്ഡ് ചെയ്തിട്ട് ശുദ്ധവായുവിനെ കിട്ടാവുന്ന മാതിരി നമ്മൾ സംവിധാനം ഉണ്ടാക്കണം. അതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലുത്. പിന്നെ നമ്മുടെ കുടുംബ അന്തരീക്ഷം, അത് വാസ്തുവിനെ അപേക്ഷിച്ച് തന്നെ പണിയാൻ പാടുള്ളൂ. വാസ്തു എന്നുള്ള വീഡിയോ നമുക്ക് അടുത്തേൽ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.